വീട്ടില് സ്വന്തം കുഞ്ഞിന് ഒരു നേരത്തെ ചോറ് വാരി കൊടുക്കാനായിട്ട് ഇവർ വീട്ടിൽ നിൽക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഇവർ തിരക്കിൽ പെട്ടുപോയിരിക്കുകയാണ്. കാരണം ഒരു കുടുംബം മുഴുവനും നോക്കണ്ടേ. അപ്പോൾ ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവനും ഇവരുടെ ചുമലിലാണല്ലോ. അച്ഛന്റെ കാര്യമായാലും അമ്മയുടെ കാര്യമായാലും മക്കളുടെ കാര്യമായാലും. മൂത്ത മകന് ടിപ്പ് കൊടുക്കണമെങ്കിലും ഇവർ കിടന്ന് കഷ്ടപ്പെട്ടേ മതിയാവും. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇവർക്ക് വീട്ടിൽ പോലും കയറാൻ സമയമില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ അവരുടെ ഇളയ കുട്ടിക്ക് ഭക്ഷണം വാരി കൊടുക്കാൻ പോലും ഇവർക്ക് നേരമില്ല. എന്നാലും ആ ഒരു സങ്കടം ഇവർ തീർക്കുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഇവരുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ചില കണ്ണാപ്പികൾക്ക് ഭക്ഷണമൊക്കെ വാരി കൊടുത്താണ് ഇവർ അവരുടെ സ്വന്തം പുത്രനെ ഊട്ടാൻ പറ്റാത്തതിന്റെ ആ ഒരു സങ്കടം തീർക്കുന്നത്. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവർക്കൊരു മൂത്ത മകനുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു മൂത്ത മകനെ സംബന്ധിച്ചിടത്തോളം ഈ അമ്മച്ചി എത്രയൊക്കെ ഗോസിപ്പുകളിൽ പെട്ട് കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഇവരെ കുറിച്ചിട്ട് ആര് എന്ത് നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാലും, പച്ച തെറി വിളിച്ചാൽ പോലും ആ മകന് യാതൊരു പ്രശ്നമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം പണം തന്നെയാണ് മുഖ്യം. അവൻ എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും പോക്കറ്റ് മണിയുടെ ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അവൻ ഫോൺ വിളിച്ച് ഈ പറയുന്ന അമ്മച്ചിയോട് പറയും, അമ്മച്ചി കുറച്ച് പൈസ ഇങ്ങോട്ട് ഇട്ടതാന്ന് പറയും. അമ്മച്ചി അവിടെ നിന്നിട്ട് 10-100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഹാപ്പിയായി. അതുകൊണ്ട് തന്നെ ഇവൻ വിചാരിക്കുന്നു, എങ്ങനെ പോയാൽ എനിക്ക് എന്താണ്, ചോദിക്കുന്ന സമയത്ത് പൈസ അയച്ചു തരുന്നുണ്ടല്ലോ. ശരിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു ATM കാർഡ് മാത്രമാണ്. അവന് ആവശ്യമുള്ളപ്പോൾ ക്യാഷ് എടുക്കാനുള്ള ഒരു ഉപകരണം.